ഗുഡ് മോർണിംഗ്. നാം ഇന്നലെ പറഞ്ഞു വന്നത് ഫെങ്ഷുയും പറ്റിപ്പും. ഇതിനകത്തിരിക്കുന്ന കള്ള നാണയങ്ങളെ ഫെങ്ഷുയുടെ പേരിൽ ജീവിതോപാധിയായി മാറ്റി പൈസ സമ്പാദിക്കുന്ന കള്ള നാണയങ്ങളെയാണ് നാം ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ഇന്നിപ്പോൾ പറയുന്നത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് അവർ വിവാഹിതരായി വീട്ടിലെത്തുന്നു. എത്തിയ ആദ്യ നാളുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും കുറച്ചുനാൾ കഴിയുമ്പോൾ അമ്മായിയും മരുമകളും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിൽ അത് കലാശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി വീടുകൾ കേരളത്തിലുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം, നേരിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മകൻ അമ്മയെ 27-28 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയും സ്നേഹിക്കുകയും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വരുമാനങ്ങളും എല്ലാം അമ്മയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ ആ പെൺകുട്ടിയിലോട്ട് ആ പുരുഷൻ, ആ മകൻ ഒതുങ്ങുന്നു. അത് ഒരു പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോവുകയും അത് മരുമകളുമായിട്ടുള്ള സൗന്ദര്യപ്പിണക്കത്തിന് കാരണമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുമകൾ അമ്മയെ ശരിക്കും മനസ്സിലാക്കണം, ഉൾക്കൊള്ളാൻ വേണ്ടി ആദ്യം നമ്മൾ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ അമ്മ വിചാരിക്കണം, എൻ്റെ വീട്ടിൽ വന്ന് കയറിയത് ഒരു മഹാലക്ഷ്മിയാണ്, അതിനെ പുറംകാല് കൊണ്ട് പുറത്ത് അടിച്ച് കളയുന്നതും നല്ലതല്ല എന്ന് അമ്മയും മരുമകളും തമ്മിൽ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിൽ വേണം മുന്നോട്ട് പോകാനുള്ളത്. അങ്ങനെ സൗന്ദര്യപ്പിണക്കമുള്ള വീടുകളിൽ ഇവർ നല്ല സന്ദർഭങ്ങളിൽ വീട്ടിൽ നടക്കുന്ന നല്ല ഫംഗ്ഷനും മറ്റും ഉള്ളപ്പോൾ എടുത്തിട്ടുള്ള നല്ല അപൂർവമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് കാണും. ആ ഫോട്ടോ പടിഞ്ഞാറ് ഭിത്തിയിൽ വയ്ക്കുന്നതും അവിടെ പ്ലേസ് ചെയ്യുന്നതുമൊക്കെ വളരെയധികം നല്ലതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നതാണ് ആ അപൂർവമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയിലൂടെ വന്നിട്ടുള്ള ഈ ചിത്രം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരുമെന്ന് ഒരു സംശയവുമില്ല. അതാണ് ഫെങ്ഷുയി പറയുന്നത്.